സംസ്കരിക്കുന്നതെന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ പരിപാടികൾ നടത്തുന്നത്. ഇന്നിപ്പോൾ വെള്ളാർ വാർഡിൽ നമ്മൾ ഹരിത വാർഡായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതോടെ വെള്ളാർ വാർഡിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് പൂർണ്ണമായും മാലിന്യമുക്ത വാർഡായി വെള്ളാർ വാർഡിനെ മാറ്റാനുള്ള പ്രയത്നം നമുക്ക് ബാക്കിയായി നടത്താൻ. ഇതിപ്പോൾ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനാണ് പലപ്പോഴും പല പ്രയാസങ്ങളും പലരും നേരിടുന്നത്. കാരണം അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാനും പറ്റുന്ന എന്തെങ്കിലും പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുന്നുണ്ടോ? മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മാലിന്യം തരംതിരിച്ചാണ് ഉള്ളത് എങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ എല്ലാ തരം മാലിന്യവും കൂട്ടിക്കെട്ടി വലിച്ചെറിയുന്നതാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അത് ആരംഭിക്കേണ്ടത് ഓരോ വീടുകളിൽ നിന്നുമാണ്. എല്ലാവരുടെയും വീടുകളിൽ മാലിന്യം കൂട്ടിക്കുഴച്ചല്ല ഉണ്ടാവുക. മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് തരംതിരിച്ച് തന്നെയാണ് ഉണ്ടാവുക. നമ്മളത് കൈമാറുമ്പോഴാണ് അത് കൂട്ടിക്കുഴച്ച് കൈമാറുന്നത്. അത് അങ്ങനെ ചെയ്യാതെ ജൈവമാലിന്യം പ്രത്യേകമായും അജൈവ മാലിന്യം പ്രത്യേകമായും തന്നെ സൂക്ഷിച്ചുകൊണ്ട് തരംതിരിച്ചുകൊണ്ട് അജൈവ മാലിന്യം ശേഖരിക്കാൻ വരുന്ന ഹരിതകർമ്മസേന മനുഷ്യരാണല്ലോ. അവർക്ക് നാറുന്ന അഴുകുന്ന മാലിന്യം കൈമാറാതെ അവർക്ക് അജൈവ മാലിന്യം കൈമാറി കഴുകി വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് അടക്കമുള്ള എല്ലാത്തരം അജൈവ മാലിന്യവും ഹരിതകർമ്മസേന സ്വീകരിക്കുന്നതാണ്. അവർക്കത് കൈമാറുകയും ജൈവ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കാൻ കിച്ചൺ ബിന്നോ തുടങ്ങിയ മറ്റു ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും അനുയോജ്യമായതും ശാസ്ത്രീയമായതുമായ മാർഗം. വലിയ ആവേശത്തോടെയാണ് ജനങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. കാര്യം നമുക്ക് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ മൂക്ക് പൊത്താതെ നടക്കുവാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. സത്യം നമ്മുടെ ഒക്കെ നെഞ്ചിൽ കൈവച്ച് നമ്മൾ ആലോചിച്ചാൽ മാത്രം മതി. മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ കൂടി നടക്കുവാൻ പറ്റാത്ത മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു എന്ന് ഏതേറെ മാറിയിരിക്കുന്നു. 90-95% സ്ഥലങ്ങളിലും ധൈര്യമായി കടന്നു പോകാൻ കഴിയും. ചില ഹോസ്റ്റൽ ഏരിയ ഒഴിച്ചാൽ, ചില ജനങ്ങൾ വലിയ തിക്കായി താമസിക്കുന്ന സ്ഥലങ്ങൾ ഒഴിച്ചാൽ ബാക്കി പ്രദേശങ്ങളെല്ലാം സമ്പൂർണ്ണമായി മാലിന്യമുക്തമാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് സന്തോഷമുള്ളത് വെള്ളാർ വാർഡിനെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞാൻ കൌൺസിലറായതിനു ശേഷം ആരംഭിക്കുകയും അത് പൂർത്തിയാക്കുവാനും സാധിച്ചു. അതിന്റെ പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത്, പ്രതിജ്ഞയെടുക്കുന്നത്. അതിലേറെ സന്തോഷമാണ്. ജനങ്ങൾ നല്ലവണ്ണം സഹകരിച്ചിട്ടുണ്ട്. ഹരിതകർമ്മസേനയും അതുപോലെ തന്നെ വീട്ടുകാരുമൊക്കെ നല്ലവണ്ണം അതിനുവേണ്ടിയുള്ള സഹകരണം തന്നിട്ടുണ്ട്. അതിലേറെ സന്തോഷമുണ്ട്. നമ്മുടെ നാട് ക്ലീൻ സിറ്റി അഥവാ മാലിന്യമുക്തമാക്കണമെന്നുള്ള എല്ലാവരുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ കോർപ്പറേഷൻ കൂടെയുണ്ട്. പക്ഷേ അത് ജനങ്ങളും കൂടെ സഹകരിക്കണമെന്നുള്ളതാണ് ഇപ്പോഴും മുന്നോട്ട് വെച്ചത്. കാരണം ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നാടിനെ മാലിന്യമുക്തമാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അത് വീട്ടിൽ സംസ്കരിക്കാൻ പറ്റുന്നത് വീട്ടിൽ സംസ്കരിക്കണം, അത് വളമാക്കാൻ പറ്റുന്നത് ഉള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യണം. അല്ലാത്തവ കോർപ്പറേഷൻ തന്നെ ഏറ്റെടുക്കുന്നത്. പക്ഷേ അത് അവർ പറഞ്ഞതുപോലെ തന്നെയുള്ള പദ്ധതികളുമായി സഹകരിച്ച്